മുരുകൻ ഹിന്ദുവാണോ? ശരവണ ഭവഗുഗ സിന്ദൂര മനം മുരുകിട വരം തരു ഗുരുപര. ഭാരതം പറയും ലോകം കേൾക്കും, അതാണ് മുരുകയുഗം. എത്ര വർഷം ഉണ്ടാവും മുരുകയുഗം? ഒരുപാട് വർഷം. നരേന്ദ്രമോദി ജി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ ഏറ്റവും വലിയ സാധ്യത കേരളത്തിന്റെ സ്പിരിച്വൽ ടൂറിസമാണ്. ആ സ്പിരിച്വൽ ടൂറിസത്തിലേക്ക് ഇനി വരുന്ന സർക്കാരുകളെങ്കിലും കണ്ണുവെച്ചാൽ നമ്മുടെ ഒരു സ്പിരിച്വൽ മേഖലയ്ക്ക് വലിയൊരു ബൂം കിട്ടും. 4ാമത്തെ യാഗം അവിടെ നടക്കുമ്പോൾ 2 പേര് അതിഥികളായി എത്തി ഇന്ത്യയിൽ, യൂറോപ്യൻ യൂണിയൻ. ലോകത്തിലെ ഏറ്റവും മദർ ഓഫ് ഓൾ ഡീൽ അന്ന് ഒപ്പുവെച്ചു. സ്വാമി ആനന്ദവനം അദ്ദേഹം പ്രവർത്തിക്കുന്ന സന്യാസിയാണ്. അദ്ദേഹത്തിനൊരു വീക്ഷണം ഇതാണ്, ഒരു 271 മുമ്പ് നിന്നുപോയ കുംഭമേള കൊണ്ടുവരുന്നത്. അത് ചില ആൾക്കാർക്കുള്ള നിയോഗമാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി അബാക് മീഡിയയുടെ പ്രേക്ഷകർ കഴിഞ്ഞ കുറേ നാളുകളായി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ഒരിക്കൽ നമ്മുടെ ഫ്ലോറിലേക്ക് വന്നിട്ടുള്ള ഒരു അതിഥിയാണ്. ഈ ദിവസം, അതായത് തൈപ്പൂയത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്നതിൽ ഏറെ സന്തോഷം. LMRKയുടെ ക്യാപ്റ്റൻ രജിത് സാറാണ്. സാർ നമസ്കാരം. തൈപ്പൂയം കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. ഞാൻ തൈപ്പൂയത്തിൻ്റെ അന്ന് അങ്ങയുടെ ഒരു വീഡിയോ ടെലികാസ്റ്റ് ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അങ്ങയുടെയും എൻ്റെയും ഒക്കെ സമയക്കുറവ് കൊണ്ട് നമുക്ക് ഇന്നാണ് ഇരിക്കാൻ സാധിച്ചത്. അപ്പോൾ മുരുക ഭഗവാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ മുഴുവൻ ഈ കാവടി തുള്ളലും മുരുക ഭക്തരുടെ ഒരു വലിയ, ഞാൻ രാത്രി മുഴുവൻ എന്താണെന്നറിയില്ല, അങ്ങ് വരുന്നു എന്നുള്ള ചിന്ത ഉണ്ടെന്നല്ല, ഇങ്ങനെ 1 മണിക്കൂറോളം ഞാൻ ഈ റീലുകൾ കാണുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഒരുപക്ഷെ ഈ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുരുക ഭഗവാനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. ഗണപതി ഭഗവാൻ അല്ലെങ്കിൽ ശിവക്ഷേത്രം അങ്ങനെയൊക്കെ പോയിക്കൊണ്ട്, കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഫേമസ് ആയ മുരുക ക്ഷേത്രങ്ങൾ കുറവായതുകൊണ്ട്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പഴനിയിൽ ചെന്ന് പെടുകയും പിന്നീട് എൻ്റെ മനസ്സിലൂടെ അങ്ങ് പറഞ്ഞ കഥകൾ, അങ്ങയുടെ ഇൻ്റർവ്യൂവിന് ശേഷമാണ് കേട്ടോ, ഇങ്ങനെ പോവുകയൊക്കെ ചെയ്തതിന് ശേഷം എപ്പോഴും ഞാനിപ്പോൾ അങ്ങുമായിരിക്കുമ്പോഴും ആദ്യമേ പറഞ്ഞ് ഒന്ന് പഴനിയിൽ പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ഒരു കണക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ മുരുകനെ പൂജിക്കേണ്ടുന്നതിൻ്റെ, ഭജിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഒരു വലിയൊരു മുരുക ഭഗവാനുള്ളൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മുരുകനിലേക്ക് എത്തിപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. കാരണം നമുക്ക് കേരളത്തിൽ അത്ര ഒരു വലിയൊരു കാറ്റ് അനുഭവിച്ചത് കാണാം. ഇന്നലെ തൈപ്പോയ ദിവസം ഞാൻ കുംഭമേളയിലായിരുന്നു. നമ്മൾ സ്വാമി ആനന്ദവനം ഭാരതിയുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു തുടങ്ങണ മുമ്പ്, കുംഭമേള തുടങ്ങണ മുമ്പ് തൈപ്പോയ ദിവസം LMRK ആ ദിവസം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അത് ഒരു കുംഭമേള എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലൊരു ചരിത്രം തിരിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടം. കുംഭമേള ഒരു വിഷയമായി തന്നെ നമുക്ക് സംസാരിക്കാൻ. അപ്പോൾ അത് തിരിച്ചു പിടിക്കുന്ന സമയം. അപ്പോൾ ഒരു 3-4 കൊല്ലം മുമ്പ്, നമ്മൾ 2-3 കൊല്ലം മുമ്പ് ഉജ്ജയിനിൽ നമ്മളൊരു യാഗം നടത്തിയിരുന്നു. ഇന്നലെ അത് രസകര സംഭവം ഉണ്ടായി. ഉജ്ജയിനിൽ യാഗം നടത്തിയപ്പോൾ അവിടെ ഞങ്ങൾ ആരതി ചെയ്തു. ഉജ്ജയിനിൽ ആരതി വന്ന് ആ യാഗത്തിൻ്റെ അവിടെ ചെയ്തു. അന്ന് ഞാൻ സംസാരിച്ചിരുന്നു, കേരളത്തിൽ ഈ ആരതി വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. ഇന്നലെ എന്നെ അമൃതാനന്ദ മഠം അവർ നടത്തുന്നുണ്ട് അവിടെ കുംഭമേളയിൽ, അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഗത പ്രസംഗൻ, അദ്ദേഹം ഒരു പ്രിൻസിപ്പളാണ്, അദ്ദേഹം ആ യാഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അത് കേരളത്തിൽ നടന്നു എന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ ഞങ്ങൾ അവിടെ എത്തിച്ചേരുകയും അവിടെ മുരുക പൂജ ചെയ്യുകയും ഒരു 2000-ഓളം മേലെ ആൾക്കാർ LMRKയുടെ കൊടി പിടിച്ചൊരു ഘോഷയാത്രയിൽ പോയി സ്നാനം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു ആഘോഷമായിട്ട് തന്നെ. അതിനുശേഷമാണ് അമൃതാനന്ദ മഠത്തിൽ പോയി അവരുടെ ക്ഷണപ്രകാരം പോയി അവിടെ സംസാരിക്കുകയും അവരുടെ ആതിഥ്യം സ്വീകരിച്ചത്. അപ്പോൾ ഒരു ഇന്നലെ ആ തൈപ്പൂയത്തിന് പവർഫുള്ളായൊരു കാര്യം നിളാതീരത്ത് നടന്നു ഇന്നലെ. അതിനുശേഷമാണ് ഞാൻ വന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഭഗവാനിലേക്ക് എത്തേണ്ട സമയമാണ്. ഭഗവാൻ മുരുകൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ആളുമാണ്, ധീരതയുടെ ആളാണ്. ഈ രണ്ടാണ് ഇപ്പോൾ ഭാരതത്തിന് ആവശ്യം, ജ്ഞാനവും ധീരതയും. ഇതെന്നും ഉണ്ടായിരുന്നു, ഒരിടയ്ക്ക് കൈവിട്ടു പോയി വീണ്ടും തിരിച്ചു പിടിക്കണ കാലഘട്ടമാണ്, ചരിത്രം തിരിച്ചു പിടിക്കണം. അപ്പോൾ നമ്മൾ മുരുകനിലെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ധീരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകാൻ. അത് പഴനിയിൽ വിഗ്രഹത്തിൻ്റെ പേര് ജ്ഞാനദണ്ഡായുധ പാടിയാണ്. ജ്ഞാനത്തിൻ്റെ ദണ്ട് കൈ പിടിച്ചിരിക്കണം, അറിവിൻ്റെ ദൈവം. ആ ദണ്ടിലെല്ലാം ഞാനും ഉണ്ട്. അത് കൈക്കുള്ളിലാക്കിയ ആളാണ് മുരുകൻ. അതിൽ അപ്പോൾ ആ അറിവ് കിട്ടാൻ, അറിവ് നമ്മുടെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമാണ്. അത് നേടിയെടുക്കാനും
പുതിയ തലങ്ങളിലേക്ക് നമ്മൾ ഉയർത്താനും മുരുകനെ പ്രാർത്ഥിക്കണം. ഒപ്പം നമുക്ക് വീരത വേണം, ധീരത വേണം. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാണ് മുൻപോട്ട് പോകാൻ സാധിക്കണം. അതിന് നമ്മൾ ദേവസേനാപതിയായ മുരുകനെ പ്രാർത്ഥിക്കണം. അത് വ്യക്തി എന്നുള്ള ലെവലിലും ഒരു സമൂഹത്തിനും ഒരു രാജ്യത്തിനും ആ ധീരത ആവശ്യമാണ്. പറയേണ്ട അവിടെ പറയാനും മുന്നേറേണ്ട അവിടെ മുന്നേറാനും. ഈ രണ്ട് കാര്യത്തിനും അങ്ങ് ചോദിച്ച പോലെ മുരുകനെ പ്രാർത്ഥിക്കണം. ഈ LMRKയിൽ ഇപ്പോൾ എത്ര മെമ്പർമാരുണ്ടാവും? മെമ്പർമാരെന്ന് 20,000 മേലെ ഉണ്ടാവും. 70,000 മുകളിലുണ്ട്. മുഴുവൻ കേരളത്തിൽ നിന്നുള്ളവരാണ്? കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, വിദേശങ്ങളിലുണ്ട്. വിദേശങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആൾക്കാർ വിദേശത്ത് പോയിട്ട് ഭാരതീയരായിട്ടുള്ള വിദേശികൾ അല്ലാത്തവരുണ്ട്. ഇപ്പൊ സിംഗപ്പൂര് തമിഴന്മാരെന്ന് പറഞ്ഞാൽ മലേഷ്യ തമിഴന്മാര് ഭാരതീയരല്ല, അവരവിടുത്തെ പൗരന്മാർ, അങ്ങനെയുള്ളവരുണ്ട്. ഓക്കെ. ഈ അടുത്തിടെയായിട്ട് LMRKയുടെ ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ ഒരു വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. അപ്പം LMRK ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ്? നമുക്കൊരു ഇവിടെ എത്തിച്ചേരണം എന്നൊരു ടാർഗറ്റ് ഉണ്ടാവും. എന്താണ് LMRKയുടെ ഒരു ടാർഗറ്റ്? LMRK എന്നുള്ളത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെ മുരുകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഭക്തിയും ദേശീയതയും, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സർവനാഷൻ. അപ്പം നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ദേശസ്നേഹത്തിലേക്ക് എത്തിച്ചേരുക, അതാണ് LMRK മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഭഗവാൻ പറഞ്ഞ ഓരോ ഡ്യൂട്ടികളും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിൽ കൂടിയാണ് LMRK കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങ് നമ്മുടെ ഫ്ലോറിൽ തന്നെ LMRKയുടെ തുടക്കം അങ്ങ് എങ്ങനെ ഇവിടേക്ക് എത്തിച്ചെന്ന് ഇതൊക്കെ ഒരുപാട് പറഞ്ഞ് നമ്മൾ മറന്നു പോയ കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം, അതായത് LMRK എന്ന് പറയുന്ന സംവിധാനം ഒരു ജനങ്ങളിലേക്ക് എത്തിയ, അല്ലെങ്കിൽ ഒരുപാട് പേർ ഇതിലേക്ക് ആകൃഷ്ടരായ, ഒരുപാട് പേർ യാഗങ്ങളിലൊക്കെ പങ്കെടുത്തതാണ്. പല സ്ഥലങ്ങളിൽ യാഗങ്ങൾ നടത്തുന്നു. ഈ LMRKയുടെ യാഗങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? നമ്മൾ ഓരോ യാഗത്തിൽ നമ്മൾ സംസാരിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഭാരതം ഇത് മുരുകയുഗമാണ്. ഈ മുരുകയുഗത്തിൽ ഭാരതം ലോകത്തിൻ്റെ നമ്പർ 1 പൊസിഷനിലെത്തും. അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തതും ഇപ്പോൾ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് എത്രത്തോളം അന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അത് തന്നെ സംസാരിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ സംസാരിക്കാൻ പറഞ്ഞു പാർലമെൻറ്റിൽ ചെങ്കോൽ വയ്ക്കുന്ന മുമ്പ് നടത്തിയ യാഗങ്ങൾ, അതൊക്കെ. അതിന് ശേഷം കഴിഞ്ഞ ഒരു കൊല്ലത്തിലുള്ള ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മെയ് 1 നമ്മളത് ഡിക്ലെയർ ചെയ്യണത് മാർച്ചിൽ ഭഗവാന്റെ ഡയറക്ഷനിൽ മെയ് 1 യാഗം നടത്തണം പഴനിയിൽ. ആ യാഗം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? മുരുകസേനയ്ക്ക് വേണ്ടിയായിരിക്കണം. മുരുകസേനയുടെ അനുഗ്രഹം ഇന്ത്യൻ ആർമിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണത് മാർച്ചിലാണ്. ഒപ്പം നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനും ചാണക്യനും വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ മാർച്ചിലാണ് ഡിക്ലെയർ. പക്ഷേ ഈ മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ പഹൽഗാം നടന്നിട്ടില്ല. പക്ഷെ മെയ് 1 പഹൽഗാം നടന്നു. അതിന് പിന്തുടർച്ചയായിട്ട് മെയ് 1 യാഗത്തിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തത് നമ്മുടെ സേനയ്ക്ക് പാകിസ്ഥാനെ അടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കാന്നാണ്. നമ്മൾ മാർച്ചിലാണ് ഇത് പറയുന്നത്. മെയ് 1 തലേ ദിവസമാണ് പ്രധാനമന്ത്രി. യാഗം നടക്കണം 3-ാമത്തെ 4-ാമത്തെ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ നടക്കണം. അത് എത്രത്തോളം ഭാരതത്തിനെ ലോകത്തിന് മുമ്പിൽ ഉയർത്തി എന്ന് പറയാം. കാരണം ഭാരതത്തിൻ്റെ സൈനിക ശക്തിയും തന്ത്രജ്ഞതയും എത്ര ശക്തിയോടുകൂടി മാറി എന്നുള്ള ആ യുദ്ധം കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് യാഗം നടക്കുമ്പോഴേക്ക് എത്തുകയാണ്. അത് ഭഗവാന്റെ തീരുമാനമാണ്. ഭഗവാന്റെ പടയാളികൾ മുരുകസേനയുടെ അനുഗ്രഹം ഇന്ത്യൻ സേനയ്ക്ക് കിട്ടിയതുകൊണ്ടാണ് ആ പവർഫുള്ളായിട്ട് ആ യുദ്ധം വിൻ ചെയ്തത്. വെറും 4 ദിവസം 5 ദിവസം കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു. ഈ LMRK നടത്തിയ യാഗം ഓപ്പറേഷൻ സിന്ദൂറിന് ശക്തി പകർന്നു എന്നുള്ളതാണ്. തീർച്ചയായും. കാരണം നമ്മളിത് മാർച്ചിലാണ് ചെയ്തത്. ഇത് LMRK നടത്തിയത് കൊണ്ടല്ല. അപ്പം നമ്മൾ അങ്ങനൊരു എന്താ പറയുക അവകാശവാദം ഉന്നയിക്കല്ല, അങ്ങനൊരു ഉദ്ദേശമില്ല. പക്ഷെ നമ്മൾ മാർച്ചിൽ ഭഗവാൻ പറയണം മെയ് 1 പഴനിയിൽ മുരുകസേനയ്ക്ക് വേണ്ടി യാഗം നടത്തണം, ഇന്ത്യൻ സേനയ്ക്ക് ശക്തി കിട്ടാൻ. മെയ് 1 നമ്മൾ യാഗം നടക്കുമ്പോൾ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അടുത്തൊരു 4 ദിവസത്തിലുള്ള ഓപ്പറേഷൻ സെൻറ്റർ ആരംഭിക്കണം. 4 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടണം. അപ്പോൾ മുരുകസേനയുടെ ദേവസേനാപതിയുടെ അനുഗ്രഹം ഇന്ത്യൻ സേനയ്ക്ക് കിട്ടിയതിൻ്റെ ശക്തിയാണ് അവിടെ കണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യാഗം നടത്തിയത്. ഇത് നടക്കേണ്ടതാണ്. നമ്മളെ കൊണ്ട് ഭഗവാൻ നടത്തിക്കണം. നമ്മൾ നടത്തിയോണ്ടല്ല, പക്ഷെ ഭഗവാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് നടത്തിക്കണം. ആ റിസൾട്ട് രാജ്യത്തിന് കിട്ടണം. അതോടൊപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിന് അന്ന് യാഗത്തിൽ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഒരു ഭാരതത്തിനൊരു ഒരു രീതി ഉണ്ടായിരുന്നു.
നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഒരു അഹിംസാ സിദ്ധാന്തമുണ്ട്. അതൊരു സിദ്ധാന്തം നമ്മുടെ ഭാരതത്തിനെ നയിച്ചുകൊണ്ട്. അതേസമയം സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു വീരതയുടെ രീതി, അതാണ് ആളുടെ രീതി. നമ്മൾ മെല്ലെ മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ സിദ്ധാന്തത്തിലേക്ക് ഭാരതം മാറി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിന്റെ നയതന്ത്ര രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വാടാന്ന് പറഞ്ഞ പോടാന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറി. അപ്പൊ ആ ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ എനർജി അല്ല, അത് എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്തും വാജ്പേയിയുടെ കാലത്തും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലത്തും അതേ സിദ്ധാന്തത്തിൽ തന്നെയല്ലേ പോകുന്നത്. അല്ല, നമ്മളിപ്പോഴത്തെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ അമേരിക്കനെ പോലും വകവെക്കാട്ടേ കയറി. ആര് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് ആ ഒരു അഗ്രസീവ് മോഡിലേക്ക് ഭാരതം മാറി. മറ്റൊരു അതായത് ചിലപ്പോൾ ഒത്തുതീർപ്പ് ആ ഇതിലേക്കൊന്നും പോണേ ഇല്ല, അഗ്രസീവിലേക്ക് മാറി. അത് ആ ഒരു രീതിയിലേക്ക് മാറുന്നത് ഈ യാഗത്തിന് ശേഷമാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. സുഭാഷ് ചന്ദ്രബോസിന് കൂടുതൽ കാര്യങ്ങൾ ഇനി വരാൻ ഇരിക്കുകയാണ്. ഞാനൊക്കെ പ്രസംഗത്തിൽ 1-1.5 കൊല്ലം മുമ്പ് പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് ഒരു വരവും കൂടി വരും. ആ വരവ് അത് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ജീവനോട് വരുന്നല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അഗ്രസീവ്നെസ് ഭാരതത്തിലേക്ക് വീണ്ടും വീണ്ടും വരും. അത് ചില തെളിവുകളായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സുഭാഷ് ചന്ദ്രബോസ് മുരുകന്റെ അംശമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലൊരു രസകരമായ ഒരു വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ രസകരമായിട്ടൊരു കാര്യം പറയും. മുരുകനെ പറയണത് സൗത്ത് ഏഷ്യയുടെ രാജാവ് എന്നുള്ളൊരു സാധനം. അതായത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് കഴിഞ്ഞ് ജപ്പാൻ വരെ കിടക്കുന്ന വലിയൊരു വിസ്തൃതിയാണ്. അത് കുമാരികാണ്ഡത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇനി സുഭാഷ് ചന്ദ്രബോസ് സഞ്ചരിച്ച വഴി നോക്കിയൊക്കെ ഈ സൈഡിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. സിംഗപ്പൂര്, ബർമ്മ, ജപ്പാൻ, ഈ വഴി ഒരേ വഴിയാണ് സഞ്ചരിച്ചത്. ഇനി ബുദ്ധമതം സഞ്ചരിച്ച വഴി നോക്കി ഇതേ വഴി തന്നെയാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു വെറുതെ നടക്കണതല്ല, കണക്റ്റഡ് ആണ്. അങ്ങനെ ചോദിച്ചതിന് വേണമെങ്കിൽ ആ ഒരു അർത്ഥം മുരുകൻ്റെ ആ ഏരിയയിൽ കൂടെ ആ സാമ്രാജ്യത്തിലൂടെ തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസും പോയത്. അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. പിന്നെ അദ്ദേഹം ഒരിക്കലും എന്താ പറയുക മരിച്ചതിന് സ്ഥിരീകരണമില്ല, വേറൊരു അനന്തര ഡയമെൻഷനിലേക്ക് പോയിട്ടുള്ള ഒരാളാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ഭാരതത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനൊരു പിൻഗാമി എവിടെയെങ്കിലും ജീവിച്ചിട്ടുണ്ടാവില്ലേ? പിൻഗാമിയല്ല, അദ്ദേഹത്തിന് എനർജി വരും. ഇപ്പം നമ്മൾ ഈ അടുത്ത തന്നെയല്ല ഉണ്ടായത്, നമ്മുടെ രാഷ്ട്രപതിയുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ജോർജ് ആറാമിൻ്റെ പ്രതിമ മാറ്റിയിട്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ ഈ അടുത്താണ് വെച്ചിരിക്കുന്നത്. അത് 2 കൊല്ലമായിട്ടുള്ളൂ, 2-3 കൊല്ലം. അപ്പോൾ ഇനി സുഭാഷ് ചന്ദ്രബോസ് ഭാരതത്തിൽ നിറഞ്ഞു നിൽക്കും പല രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു വരവ് കൂടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരവ് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിന് ശേഷമായിരിക്കുമോ നരേന്ദ്രമോദി ഉള്ളപ്പോഴായിരിക്കും? ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് ആള് വരിക എന്ന് പറഞ്ഞാൽ ജീവനോട് വരിക, അദ്ദേഹത്തിന്റെ ആ പവർ നമ്മുടെ ഭാരതത്തിലെ ഓരോ പ്രവർത്തികളിലും കണ്ടാവും. അപ്പൊ ചാണക്യൻ എന്തുകൊണ്ടാണ്? ചാണക്യൻ തന്ത്രജ്ഞതയാണ്. അതായത് ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, രാഷ്ട്രതന്ത്രജ്ഞ. അതായത് അതും ഇവിടെ കണ്ടു തുടങ്ങി. കാരണം വെച്ചാൽ രാജ്യത്തിന് എന്താണ് വേണ്ടത് അത് നല്ലതാണ്, അതാണ് ശരി, അതിൽ നന്മ തിന്മകളില്ല. രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് നന്മയാണ്, തിന്മയല്ല. അതാണ് കൺസെപ്റ്റ്, ആളുടെ രീതി. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ താലിബാനായിട്ട് കൂട്ടുകൂടാൻ പറ്റണത്. കാരണം താലിബാൻ അവിടുത്തെ പെണ്ണുങ്ങളെ അടുക്കളയിൽ ഇടണമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല, അത് അവിടുത്തെ ജനങ്ങൾ അന്വേഷിക്കും. പക്ഷെ പാകിസ്ഥാൻ അടിക്കണമെങ്കിൽ അപ്പുറത്തുള്ള ഒരാളെ നമുക്ക് കൂട്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മതം വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക ജനതയല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷയും അഭിവൃദ്ധിയും മാത്രമാണ് നമ്മൾ ലക്ഷ്യം. തീർച്ചയായും അത് തന്നെ ആവണം. ലോക സമസ്ത സുഖനഭവനല്ല നോക്കണം. ലോക സമാധാനത്തിന് 2 കോടി രൂപ ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ട് സംസ്ഥാനത്തിൽ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്ക്, 500% താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ട്രംപിന് എന്താ തോന്നാത്ത, ലോക സമസ്ത സുഖനഭവൻ തോന്നാത്ത? നമ്മളവിടുന്ന് കാലങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് ബ്രിട്ടൻ വലുതാവുമ്പോൾ അവർക്കെന്താ തോന്നാത്ത നമ്മൾ മാത്രം ഇപ്പോഴും ലോക സമസ്ത എന്ന് പറഞ്ഞാൽ എവിടെ എത്തില്ല. ആർഷഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചില സിസ്റ്റങ്ങളും ഇതാവണം. നമ്മുടെ രാജ്യമാണ് വലുത്, നാഷൻ ഇസ് ഫസ്റ്റ്. രാജ്യം നന്നാവാൻ എന്തു ചെയ്യാം, അത് തന്നെയല്ല. നമ്മൾ മാത്രല്ല, ലോകം ഒന്നാമതായിരിക്കണം എല്ലാവരും ചെയ്തിട്ടുള്ളത് ഈ പണി തന്നെയാ. അവര് ലോക സംസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇരിക്കല ചെയ്തത്. അമേരിക്ക ഓരോ സ്ഥലത്തും അവരുടെ ആൾക്കാരെ പ്രതിഷ്ഠിക്കാനും ഗവൺമെന്റ് വെനിസ്വേലയിൽ നിന്ന് പ്രസിഡന്റിനെ പിടിച്ചോണ്ട് അമേരിക്കയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്കെന്താ തോന്നാത്തത്? ഈ ലോക രാഷ്ട്രങ്ങളിൽ അമേരിക്കയ്ക്കുള്ള ഒരു സ്ഥാനം നമുക്കറിയാം, 1ാമൻ. ആ സ്ഥാനത്തേക്ക് ഇന്ത്യ വരുമോ?
അത് തന്നെയാണ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഡോളർ, ഡോളറേഷൻ ഒരു കൊല്ലം 2 കൊല്ലം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് ആരും സംസാരിക്കില്ല. ഇപ്പം ഈ അങ്ങെടുത്ത് നോക്കിക്കോ, ഈ ഒരു 2-3 ആഴ്ചയായിട്ട് ഡോളറേഷൻ്റെ പ്രബന്ധങ്ങളും ലേഖനങ്ങളും വരാത്ത ദിവസങ്ങളില്ല. ആൾക്കാർ സംസാരിച്ചു തുടങ്ങി. മുമ്പ് 2 പേര് സംസാരിച്ചു. ഒന്ന് സദാം ഹുസൈൻ പോയ വഴി അറിഞ്ഞില്ല, ഗദാഫി പോയ വഴി അറിഞ്ഞില്ല. അവരെ സമ്മതിക്കില്ല ഡോളറിനെ തൊട്ടാ. പക്ഷേ ആദ്യമായിട്ട് മോദി തൊട്ടു. ഇതിപ്പോഴും മോദി ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ആ സമയം മുരുകയുഗമാണ്. ഇവിടെ ചില യാദൃച്ഛികളും അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറയാം. ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഗ്നിയാഗം എന്ന് പറഞ്ഞാൽ അടുത്ത മെയ് 1 യാഗത്തിലേക്ക് പോകും. അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞ മെയ് 1 ഞാൻ സംസാരിച്ചിരുന്നു. ഈ അടുത്ത മെയ് 1 വരെ ഉണ്ടാവാൻ പോണ കാര്യങ്ങൾ. ഒന്ന്, ഡോളറിനെ തൊട്ട് കഴിഞ്ഞു അവർ വരുത്തില്ല. അമേരിക്ക ഇന്ത്യനെ വരിഞ്ഞു വെറുക്കാവുന്ന എല്ലാ കാര്യങ്ങളും, കാരണം ഇന്ത്യ വളർന്നു തുടങ്ങി, എല്ലാ കാര്യങ്ങളും ചെയ്യും. അന്ന് താരിഫ് നിരക്കില്ല കേട്ടാ. പിന്നെ അയൽ രാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കും. അതിനുശേഷം അത് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നോക്കും. അന്ന് നേപ്പാളിലെ കലാപം ഉണ്ടായിട്ടില്ല. അതിനുശേഷം കലാപം ഉണ്ടായി. രാഷ്ട്ര നേതാക്കൾക്ക് സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? അന്ന് നരേന്ദ്രമോദിക്കെതിരെ ചൈനയിലുണ്ടായ സംഭവം ഉണ്ടായിട്ടില്ല. അതിനുശേഷം അതുണ്ടായി. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഇതിന്ന് പിൻവലിച്ച് തുടങ്ങും. നിക്ഷേപങ്ങൾ പിൻവലിച്ചോളും. ഇത്തരം പല രീതിയിൽ ഇന്ത്യനെ വരിഞ്ഞു മുറുക്കി തുടങ്ങും. ഡീപ് സ്റ്റേറ്റ് വരിഞ്ഞു മുറുക്കി തുടങ്ങും എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചു. താരിഫ് പരമാവധിയാക്കി. പക്ഷേ ഞാനപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു, മുരുകാൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾ ഇതിനെല്ലാം അതിജീവിച്ചു. ഓരോന്നിനും അതിജീവിച്ചു. നേപ്പാളിൽ കഴിഞ്ഞിട്ട് മെല്ലെ ലഡാക്കിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത് അവിടെ അവസാനിപ്പിച്ചു. നമ്മുടെ ജൻസി പിന്നെ നമ്മുടെ ഇതിലേക്ക് വിദേശ നിക്ഷേപം ഇപ്പോഴും പിൻവലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താരിഫ് നോക്കിയപ്പോൾ നമ്മൾ 8.2% 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി 3ാമത്തിലേക്ക് എത്താൻ പോകുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയണമെന്നു, ജനുവരി മുതൽ ഇത് തിരിച്ചടി തുടങ്ങും. ഇതുവരെ അവർ അറ്റാക്ക് ചെയ്യുക, നമ്മൾ തടുക്കുക എന്നുള്ളത്. ഇനി ഇത് ഒരു സ്ഥലത്ത് ഡീപ് സ്റ്റേറ്റ് ഈ ജനുവരി കഴിഞ്ഞ അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഡീപ് സ്റ്റേറ്റ്, ഒരു സൈഡിൽ മുരുകാൻ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകക്രമം. ഇതിൽ മുരുകാൻ വിജയിച്ചതോടുകൂടി ഭാരതം ഒന്നാമതെത്തും. അതിലേക്കുള്ള യാത്രയാണ് കഴിഞ്ഞ മെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡീപ് സ്റ്റേറ്റ് ആക്രമിച്ചുകൊണ്ടിരിക്കും, മുരുകാൻ്റെ അനുഗ്രഹത്തിൽ ഭാരതം അത് അതിജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ജനുവരി തൊട്ട് ഭാരതം അടിച്ചു തുടങ്ങും. പിന്നെയുള്ള അടുത്ത മെയ് വരെ ഭാരതം അടിച്ചിട്ട കഥകൾ കേൾക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഭഗവാന്റെ അനുഗ്രഹത്തിൽ 4 യാഗങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 22 നമ്മുടെ അയോധ്യയിലായിരുന്നു ആ യാഗം. അത് 4 യാഗങ്ങൾ കഴിക്കണം. അപ്പോൾ ഡിസംബർ 22 അയോധ്യയിൽ, ഡിസംബർ 26 ഉജ്ജയിനിൽ, ജനുവരി 9 തിരുപ്പതിയിൽ, ജനുവരി 26 ഡൽഹിയിൽ. ഈ 4 അതാണ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ എനിക്ക് ഇറങ്ങി, ആ ദൗത്യത്തിലേക്ക് ഇറങ്ങി. ഈ 4 യാഗം ഭാരതത്തിനെ ശക്തിപ്പെടുത്താനും ഇവർ ഈ ഡീപ് സ്റ്റേറ്റ് തകർക്കാനും അവരുടെ അറ്റാക്കുകൾ തകർത്ത് തിരിച്ചടി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമ്മൾ ഇറങ്ങണത്. ജനുവരി 22 അവിടെ, ഡിസംബർ 22 അയോധ്യയിൽ ചെയ്തു. ഡിസംബർ 26 ഉജ്ജയിനിലേക്ക് പോയി. ജനുവരി 9 തിരുപ്പതിയിൽ ചെയ്തു. ജനുവരി 26 റിപ്പബ്ലിക് ഡേ, കഴിഞ്ഞ ജനുവരി റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമ്മൾ ഡൽഹിയിൽ യാഗം അഗ്നിമഹാഹോമം ചെയ്തു. ആ ദിവസമാണ് 4ാമത്തെ. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി? ജനുവരി തൊട്ട് തിരിച്ചടി കിട്ടുന്നു. 4ാമത്തെ യാഗം അവിടെ നടക്കുമ്പോൾ 2 പേര് അതിഥികളായി എത്തി ഇന്ത്യയിൽ, യൂറോപ്യൻ യൂണിയൻ. ലോകത്തിലെ ഏറ്റവും മദർ ഓഫ് ഓൾ ഡീൽ അന്ന് ഒപ്പുവെച്ചു. അന്ന് കറക്റ്റ് ഈ 4 യാഗങ്ങളിൽ എത്തി. 4ാമത്തെ യാഗത്തിൻ്റെ അന്ന് ഈ യാഗം തുടങ്ങുമ്പോൾ ഇത് ന്യൂസ് വന്നിട്ടില്ല. പക്ഷെ 4ാമത്തെ യാഗത്തിൽ അന്ന് യൂറോപ്പിൽ നിന്ന് 2 പേര് എത്തി. ഓൾ മദർ ഓഫ് ഡീൽ. ശരിക്കും ഭാരതത്തിലുണ്ട വലിയൊരു കുതിച്ചുചാട്ടം വരാൻ പോവാണ്. ആ ഒപ്പുവെച്ചു. അമേരിക്കയുടെ താരിഫിനെ ഒറ്റയടിക്ക് നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തിരിച്ചടി 4ാമത്തെ യാഗത്തിനകത്ത് തുടങ്ങി. വളരെ മനോഹരമായ യാത്ര ചെയ്തുകൊണ്ടുണ്ട്. റിപ്പബ്ലിക് ഡേ നടക്കണ സ്ഥലത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്, 4 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ യാഗം നടക്കുന്നത് ഒരേ സമയത്ത്. അവിടെ ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിന് തലപ്പാവുണ്ടായിരുന്നു. തലപ്പാവിൽ മയിൽപ്പീലിയായിരുന്നു. അതുമാത്രമല്ല, രാഷ്ട്രപതി വന്നപ്പോൾ രാഷ്ട്രപതി ധരിച്ച സാരിയിൽ മയിലായിരുന്നു.
എന്താ പറയുക, അത് വെറുതെ എടുത്ത് ഡ്രസ്സ് ഇട്ട് വരില്ലല്ലോ. അവിടെ ഒരു ചർച്ച നടന്നിട്ടുണ്ടാവും. ആ ചർച്ചയ്ക്ക് ശേഷം ഒരു തീം തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അത് മയിൽ തന്നെ വേണമെന്നൊരു തീരുമാനം വന്നിട്ടുണ്ടാവും. വന്നിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ആ ഒരു ദിവസം എത്തിപ്പെട്ടു. അപ്പം മുരുകന് മനോഹരമായൊരു എന്താ പറയുക ഒരു ഡയറക്ഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദൗത്യം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അല്ല, അങ്ങയുടെ ഈ കൺസെപ്റ്റുകളൊക്കെ നരേന്ദ്രമോദിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തെ കാണാനൊരു അവസരം ഇതുവരെ കിട്ടിയില്ല. എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ വളരെ അത്ഭുതമായിട്ട് നമ്മുടെ യാഗത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ നടന്ന യാഗത്തിലൊക്കെ നമ്മളെ ഒരുപാട് ഒഫീഷ്യൽസ് വന്നിട്ടുണ്ടായിരുന്നു, മിലിറ്ററിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരു ബ്രിഗേഡിയർ വന്നിട്ടുണ്ട്. അത് റിട്ടയർ ആയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുഭാഷ് ചന്ദ്രബോസ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ നമ്മുടെ യാഗത്തിൽ വന്ന് ഇരുന്നപ്പോൾ പിന്നെ കുറേ മിനിസ്ട്രിയിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ ആ സന്ദേശം എത്തുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞ പേരുകളിൽ ആദ്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് മുരുക ഭഗവാൻ അറിവിൻ്റെയും ശക്തിയുടെയും ദൈവമായി നമ്മൾ കണക്കാക്കുന്നു. അങ്ങ് ചാണക്യനെ പറയുന്നു, സുഭാഷ് ചന്ദ്രബോസിനെ പറയുന്നു. ഒരാൾ അറിവാണെങ്കിൽ, തന്ത്രമാണെങ്കിൽ, ഒരാൾ ശക്തിയുടെയും ധീരതയുടെയും പ്രതീകമായി ഭാരത ജനത എന്നും ആരാധിക്കുന്നു. മൂന്നാമത്തെ പേര് നരേന്ദ്രമോദിയുടേതാണ്. ഇതിന് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് നരേന്ദ്രമോദി എന്ന് തോന്നിയിട്ടുണ്ടോ? അദ്ദേഹം ഇപ്പോൾ ലോക നേതാവ് തന്നെയാണ്. ലോകരാജ്യങ്ങൾ ഭാരതത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു സമയമാണ് തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ആ വോയിസിന് ശക്തിയുണ്ട് ഇപ്പോൾ ലോകത്ത്. ഒരു സ്പിരിച്വൽ പവർ അദ്ദേഹത്തിനാണ്, സംശയമില്ലല്ലോ. അല്ലെങ്കിൽ നിൽക്കില്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ പാരലായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനം പലപ്പോഴും ഒരേ മാതിരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലാസ്റ്റ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റിൽ ചെങ്കോലിന്റെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, മയിൽ വിളക്ക് കൊളുത്തിയ കാര്യം, അതൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ 26 അല്ല, ഈ ജനുവരി 26 റിപ്പോർട്ട് കിട്ടിയാൽ തന്നെ നമ്മുടെ യാഗം നടക്കണം. അന്ന് അദ്ദേഹം തെരഞ്ഞെടുത്ത തീം മയിലിൻ്റെ ആവണം. അന്നാണ് ആ ഒപ്പ് വയ്ക്കണത്. അപ്പൊ ആ ദിവസത്തിന്റെ ഇമ്പോർട്ടന്റ് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ തീം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ആ ഡയറക്ഷൻ ആ ഒരു ഇത് കിട്ടുന്നുണ്ടാവും. ഈ മുരുകയുഗം പിറക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിൽ മാത്രമായിരിക്കില്ല, ലോകമെമ്പാടുമായിരിക്കുമല്ലോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവേണ്ടത്. ചില ആൾക്കാരുടെ ഒരു ഇതാ, മുരുകൻ പ്രാദേശികവാദിയാണോ, മുരുകൻ ഭാരതത്തിന് മാത്രം എടുത്ത ആൾക്കാർ ഇപ്പൊ അങ്ങനെയെന്ന് വിചാരിച്ചോ. നമുക്കൊരു നല്ലൊരു കാര്യം നടക്കണം, നമ്മുടെ രാജ്യം നന്നാവണം. നമ്മുടെ രാജ്യം നന്നായി നമ്മളെല്ലാവരും നന്നാവണം. വളരെ സന്തോഷമായിട്ട് ഒരു കാര്യം മുരുകൻ തരുമ്പോൾ അത് ശരിയാവില്ല, മുരുകൻ പ്രാദേശികവാദിയാണോ, ലോകത്തിന് എന്നൊക്കെ പറയുമ്പോൾ തൽക്കാലം ഭാരതത്തിൽ തന്നെയാണ്. നമ്മൾ ഈ പുരാണങ്ങളിൽ പഠിച്ചു വച്ചിരിക്കുന്നത് ശിവനും പാർവതിയുടെയും പുത്രനാണ് മുരുകനും ഈ പറയപ്പെടുന്ന ഗണപതിയും ഒക്കെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ മുരുകന് മാത്രം ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്? അല്ല, അത് ഓരോ കാലഘട്ടത്തിലാണ്. ഓരോ കാലഘട്ടത്തിലും ഒരു യുഗത്തിൽ വരുന്ന ശക്തികളാണത്. ഇപ്പം നമ്മൾ ചോദിക്കില്ലേ, ഇത്ര ദിവസം സിദ്ധന്മാരും ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിട്ട് ഭാരതം എന്തിനാ വേറെ രാഷ്ട്രങ്ങളുടെ കീഴിൽ കുറേ കാലം, എത്രയോ നൂറ്റാണ്ടുകൾ ഭാരത അടിമകളെ പോലെ നിന്നത്, ഇത്ര ആത്മീയാചാര്യന്മാർ വന്നു പോയതല്ല, എത്ര ദൈവങ്ങളിൽ. ചിലത് അങ്ങനെയാണ്. മനുഷ്യർ ജാതകം ഉണ്ടല്ല, ജാതകത്തിൽ നല്ല കാലമുണ്ട് പൊട്ടകാലമുണ്ട്. എത്ര വലിയ ആൾക്കാർ, നമുക്ക് ചില ഉദാഹരണങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അറിയാം. എത്ര ആൾക്കാരോ ചുറ്റുണ്ടെങ്കിലും എത്ര പണം ഉണ്ടെങ്കിലും ചില സമയത്ത് നിസ്സഹായനായി പോയ ആൾക്കാരുടെ കഥകൾ നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കണില്ലേ. നമ്മൾ യുക്തിക്ക് ആലോചിച്ചാൽ പറ്റുമോ? യുക്തിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കാൻ അപ്പുറത്തൊരു പണമുണ്ട്, ചിന്തിക്കാത്ത അത്ര ബന്ധങ്ങളുണ്ട്. പക്ഷെ ഒരു നിമിഷം സ്വയം നിസ്സഹായൻ പോകുന്ന ആൾക്കാർ, അതാ സമയദോഷമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചു, ഒരു ലേഡിയാണ്. പുള്ളിക്കാരി കൗൺസിലിംഗ് കൊടുക്കുന്ന ആളാണ്. എങ്ങനെ ഈ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ട് വർക്കായിട്ടുള്ള ആളുമാണ്, നന്നായി സംസാരിക്കുന്ന ആളാണ്, കൃത്യമായി മനസ്സിനെ അറിഞ്ഞ് ഹീൽ ചെയ്യുന്ന ആളാണ്. എന്നെ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചത് 1-2 പേരുടെ നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ രോഹിത് ഒരു 10 മിനിറ്റ് എന്നോട് സംസാരിക്കും. ഞാൻ പറ, അല്ല ഞാൻ ഈ നമ്പറുകൾ മേടിച്ച് എൻ്റെ ഒരു പ്രശ്നം സംസാരിക്കണം. ഞാൻ ആദ്യം അത് രോഹിത്തിനോട് പറയട്ടെ, പറഞ്ഞിട്ട് എനിക്കിതിൽ ആരെ ഞാൻ കൺസൾട്ട് ചെയ്യണം എന്നൊന്ന് പറഞ്ഞു തരൂ. ഞാൻ പുള്ളിക്കാരുടെ പ്രശ്നം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് ഞാനത് പറയുന്നില്ല. കാര്യം എല്ലാവർക്കും മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറ്റാൻ ഹീലിംഗ് കൊടുക്കുന്ന, കൗൺസിലിംഗ് കൊടുക്കുന്ന അവരുടെ മനസ്സിൻ്റെ അവസ്ഥ അതിഭീകരമായിട്ടാണ് പോകുന്നത്. സാറ് പറഞ്ഞതിനെ കണക്ട് ചെയ്ത് പെട്ടെന്ന് ഞാൻ ഓർത്തപ്പോൾ അത് പറഞ്ഞു. അല്ല, അത് ഉണ്ടാവും. അത് എന്താ പറയുക, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരാൾക്കും ഏതൊരു മനുഷ്യനും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയദോഷം
ഒരു മനുഷ്യനുണ്ടാവുന്ന പോലെ രാഷ്ട്രത്തിലുണ്ടാവും. അവിടെ എത്ര ആൾക്കാർ പരിശ്രമിച്ചാലും അത് ശരിയാവില്ല. പക്ഷെ ഒരു നല്ല കാലം വരുമ്പോഴോ അത് ഇരട്ടി ശക്തിയായിട്ട് വരും. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഭാരതം അതിൻ്റെ ഏറ്റവും ശക്തിയായിട്ട് പോകുന്നത്. അവിടെയാണ് ഈ സമയത്താണ് മുരുകൻ്റെ അനുഗ്രഹം, മുരുകയുഗത്തിൻ്റെ പ്രസക്തി. ഭാരതം പറയും, ലോകം കേൾക്കും. അതാണ് മുരുകയുഗം. എത്ര വർഷം ഉണ്ടാവും മുരുകയുഗം? ഒരുപാട് വർഷമുണ്ടാവും. ഒരു 1000 മേലേക്ക് ഉണ്ടാവും. കടന്നു പോകണം. 1000 വർഷത്തേക്ക് ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. വലിയ പവർഫുൾ ആവും. കാരണം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത്. പിന്നെ ഒരു 1000 വർഷത്തെ 1500 വർഷമൊന്നും ഇല്ലാണ്ടേ വീണ്ടും തിരിച്ചു വരികയാണ്. ചരിത്രം എപ്പോഴും അങ്ങനെയാണ്, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യ പിന്നെ ചരിത്രത്തിന്റെ പിന്നിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ ഇന്ത്യൻ ബോർഡറുകളിലേക്ക് ചൈനയുടെ സൈന്യം അതിക്രമിച്ച് കടന്നപ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം പരാജയപ്പെട്ട് പിന്മാറുമ്പോൾ ഹിമാലയ സാനുക്കളിൽ നിന്ന് നാഗസന്യാസിമാരും ഒരു വലിയ സംഘമായെത്തി അവരെ തുരത്തിയൊരു കഥ ചരിത്രങ്ങളിൽ എഴുതപ്പെടാതെ പറഞ്ഞു കേട്ട് വായ്മൊഴിയായി കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങ് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അടിക്ക് മറുപടി കുറുപടിയാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഭക്തിയുടെയൊക്കെ ആവശ്യകത ഒക്കെ നമ്മൾ പറഞ്ഞു പോവാണ്. അവിടെ എൻ്റെ ഒരു ചോദ്യം, ഇത് മുരുകസേന ആണ് LMRK നാളെ അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇന്ത്യൻ സൈന്യത്തിന് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അവർക്കൊപ്പം നിൽക്കാൻ ഈ മുരുകസേന ഉണ്ടാവും? ഒരു സംശയമില്ലല്ലോ. ഈ അടുത്ത് നമ്മൾ ഡൽഹിയിൽ നടന്നപ്പോൾ നമ്മുടെ ഗുരുമൂർത്തി അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പ്രസംഗിച്ചു, നമ്മുടെ പരിപാടിയിൽ നിന്ന് പ്രസംഗിച്ചു. അപ്പോൾ രാഷ്ട്രത്തിനെ സേവിക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ മറുപടി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സർവ്വ ദ നാഷൻ, നിങ്ങൾക്ക് സർവ്വ ദ നാഷൻ ജോയിൻ ദ LMRK. നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണതാണ്, രാഷ്ട്രമാണ് വലുത്. നമ്മൾ ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി യാഗം നടത്തിയ ആൾക്കാരാണ്. നമ്മുടെ ആത്മീയ ശക്തി ഭാരതത്തിന് സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്ത് ദേവസേനാപതി മുരുകൻ്റെ അനുഗ്രഹം ദേവസേന കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെ ദേശീയതയാണ്, അതിൻ്റെ കരുത്താണ്. നിങ്ങൾ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഇരുന്നോളോ, പക്ഷേ നിങ്ങൾ നിർഗുണനായ നിങ്ങളുടെ തലയിൽ കൂടെ പാറ്റുണ്ടാകുന്ന ആത്മീയ രാജ്യക്കാർ കയറ്റിക്കൊണ്ടുപോകും എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ ആത്മീയത നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ രാഷ്ട്രത്തിനും കൂടി ഉപയോഗിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് നമ്മളെപ്പോഴും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ പറയില്ല ബ്രഹ്മമാണ് വലുത്, നിർഗുണം, അത് ഇരുന്നോളൂ, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല ഈ ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അന്യരാജ്യക്കാർ വന്നിട്ട് നമ്മുടെ തലയിൽ കൂടെ കാറ്റുണ്ടാക്കി കയറ്റും. നമ്മുടെ ഭക്തി നമ്മുടെ ദേശീയതയ്ക്ക് രാഷ്ട്രത്തിനോട് ഉപയോഗിക്കണം, അതിലൊരു വീരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഒരു സംശയമില്ല, അത് LMRKയുടെ ദേവസേനാപതിയുടെ ആൾക്കാരാണല്ലോ. ആ ഒരു ശക്തി നമുക്ക് അനുഗ്രഹം കിട്ടുമല്ലോ, സർവ്വസേനാധിപന്റെ സേനയാണ്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് സ്പിരിച്വൽ ലീഡർ ഒരു ആളാണ്, പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് എന്താ, രാജ്യത്തിന്റെ കാര്യങ്ങളും ജിയോ പൊളിറ്റിക്സാണ് സംസാരിക്കുന്നത്. ആ ഒരു ഇത് നമ്മുടെ പ്രവർത്തികളിൽ മുരുകൻ്റെ അനുഗ്രഹത്താൽ വരുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ നയിച്ച തമ്മിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തമ്മിലുള്ള പുതിയ വേർഷൻ. അതിൽ ഈ കപട സന്യാസിമാർ, സ്പിരിച്വാലിറ്റി, ഇതൊക്കെയാണ്. അപ്പം എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. അതിനകത്ത് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന 10 പേരിൽ 8 പേരും നമ്മുടെ ഫ്ലോറിൽ വന്നു പോയിട്ടുള്ളവർ, നമ്മൾ ബന്ധം സൂക്ഷിക്കുന്നവരാണ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഈ ഓഡിയൻസിൻ്റെ പാനലിൽ നമ്മൾ കൂടി പോയിരുന്നെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ പറയാനുണ്ടായിരുന്നു. ആളുകളുടെ ഒരു ചിന്ത, ഈ സ്പിരിച്വൽ വേയിൽ സഞ്ചരിക്കുന്നവരെല്ലാവരും ഒന്നുകിൽ കഷായ വസ്ത്രധാരികളോ, അതല്ലെങ്കിൽ ഒരു കറുപ്പണിഞ്ഞവരോ, അല്ലെങ്കിൽ ഒരു ചുമപ്പെങ്കിലും അണിഞ്ഞവരോ, ഒരു ചുബ്ബയോ ഒക്കെയാണ്. ഇപ്പോൾ ജയിത് സാറിൻ്റെ മുന്നിൽ, ക്യാപ്റ്റൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഒരു കസവും മുട്ടും ഒരു KV ഗണേഷ് കുമാർ സ്റ്റൈലോട് പോകണ്ടിരിക്കുന്നത്. ഞങ്ങൾ പത്തനാപുരത്തുകാർക്ക് MLA ഷർട്ടുകളാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, LMRK ഒരു സ്പിരിച്വൽ സംഘടനയാണ്, അപ്പോൾ തന്നെ രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഈ 70,000 പേരെന്ന് പറഞ്ഞ ഒരു ചെറിയ നമ്പറൊന്നുമല്ല, ഒരു വലിയ വളർച്ചയാണ്, അല്ലെങ്കിൽ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ കൺസെപ്റ്റ് ആളുകൾ എടുക്കാൻ കാരണം എന്തായിരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഒരു സാധാരണക്കാരനായിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു സംവിധാനം അങ്ങേക്ക് വെളിപാടുണ്ടാകുന്നത്, അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് ഈ ആശയങ്ങളുമായി മുന്നോട്ടിറങ്ങാൻ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെയാണ്, അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അല്ല, നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല, 2004 എൻ്റെ സ്പിരിച്വൽ യാത്ര. ഞാൻ പുറത്ത് പറഞ്ഞു തുടങ്ങിയത് 12 കൊല്ലത്തിന് ശേഷം. അതായത് എനിക്ക് വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ 2004 2005 ഞാൻ രംഗത്തിറങ്ങും.
ഞാൻ 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുറത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യം ചോദിക്കുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ അങ്ങയുടെ വീഡിയോകൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത കണ്ടിട്ടാകാം അങ്ങയെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന് ചേർന്നിട്ട്, ഒരു കൂട്ടമല്ല, 1-2 പേർ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പം അവർക്കൊരു മറുപടി എന്ന രീതിയിലാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അതിലേക്ക് 2-3 ഒന്ന് എല്ലാം മാർക്കറ്റ് പേരിട്ട് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കാണുമെന്ന് വിചാരിച്ച് ആ ഇടുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ കാശ് മേടിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മൾ നാഷൻ എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഡീഡോളറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഇതുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ 2004 എനിക്ക് വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ 2005 രംഗത്ത് ഇറങ്ങിയാണ്. 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് പറയണത്. ഈ കേരളത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ, 2023. ഓക്കെ. അപ്പൊ എത്ര കൊല്ലം? 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് പറയണത്. ഈ 20 കൊല്ലം കഴിഞ്ഞിട്ടാ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ 20 കൊല്ലം കാത്തിരിക്കും. 20 അന്നാണ് ഭഗവാൻ അനുവദിച്ചിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞത് മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഭഗവാന്റെ ഒരു എന്താ പറയുക, എൻ്റെ ബോസാണ് മുരുകൻ. മുരുകൻ പറയുന്നത് കേൾക്കാത്തത് മാത്രം. എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും. എന്നോട് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുറത്ത് പറയാൻ അനുവദിച്ചുള്ളൂ. 12 കൊല്ലം കഴിഞ്ഞാൽ പറഞ്ഞുള്ളൂ. കേരളത്തിൽ സംസാരിക്കാൻ 20 കൊല്ലം കഴിഞ്ഞ് അനുവദിച്ചുള്ളൂ. അപ്പോഴേ സംസാരിച്ചു. പക്ഷെ ആ 3 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ വലിയൊരു ജനശ്രദ്ധ നേടിയെടുക്കാൻ എല്ലാ മാർക്കും അങ്ങ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, സാർ നിങ്ങളുടെ കയ്യിൽ കഷായ വസ്ത്രമില്ല, കുർത്തയില്ല. ഞാനൊരു കുർത്ത ഇട്ടിട്ട് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കുർത്തയില്ല, അങ്ങയുടെ രൂപങ്ങളിലോ വേഷം കെട്ടലുകളൊന്നുമില്ല. ഈ ഒരു കൺസെപ്റ്റ് ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ അങ്ങയുടെ പ്രാർത്ഥനകൾ മാത്രമാണ്, അങ്ങനെ കർമ്മങ്ങളും ക്രിയകളും ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ആളുകൾ ഇതിനെ ഒന്ന് സ്വീകരിച്ചത്? അത് ഒന്ന് മുരുകന്റെ അനുഗ്രഹം. അത് കാരണം അദ്ദേഹം പറയുമ്പോൾ മാത്രം ചെയ്തുകൊണ്ട് ആ ശക്തി എനിക്ക് കിട്ടും. ഓക്കെ. അദ്ദേഹം പറയുന്നത് മാത്രം ചെയ്യാറുള്ളത് ഞാൻ. അതിന്റെ അപ്പുറം ഇപ്പുറം ചെയ്യാറില്ല. ആ ശക്തി കിട്ടും. പിന്നെ ഗുരുമൂർത്തി ഒരിക്കൽ പറഞ്ഞത് എന്നോട്, അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഇത്ര സ്വീകരിക്കപ്പെടാൻ കാരണം സിംപ്ലിസിറ്റിയാണ്. അതായത് കൺഫ്യൂഷൻസ് ഇല്ല. ഒന്ന് എന്നെ കാണുമ്പോ ഇല്ല സാധാരണ പോലെ. 2 നമ്മൾ പറയണതിൽ കൺഫ്യൂഷൻസ് ഇല്ല. മുരുകനെ പ്രാർത്ഥിക്കണം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് ബ്രഹ്മം അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ കുഴപ്പിക്കുന്ന പരിപാടി ഒന്നുമില്ല. വരിക, മുരുകനെ പ്രാർത്ഥിക്കുക, കൂടുക, പ്രാർത്ഥിക്കുക, അത്ര. അപ്പോൾ വളരെ സിമ്പിൾ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ നമ്മുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, എപ്പോഴും വളരെ സിമ്പിളായിട്ട് നിൽക്കണം. അതുകൊണ്ടായിരിക്കും ഗുരുമൂർത്തിയുടെ ഒരു അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് എന്നോട് പറഞ്ഞു. അതൊരു കാരണമായിരിക്കാം. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം. പക്ഷെ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയ അത്ഭുതം. കാരണം ഞാൻ ഈ അബാക് മീഡിയ തുടങ്ങി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മേഖലയെക്കുറിച്ച് ഒന്നും അറിയാതെ അവിചാരിതമായി വന്നു പെട്ട ഒരാളാണ്. പക്ഷേ ഞാൻ ആദ്യമായി LMRK കുറിച്ച് എന്നോട് പറയുമ്പോൾ LMRK അതെന്താണ് എന്നായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. ഞാൻ അങ്ങനെ കാണുന്നത് വരെ എനിക്ക് എന്താണ് ഈ സംഘടനയുടെ ഡെപ്ത് എന്ന് ഒന്നും അറിയില്ല, കണ്ടതിന് ശേഷം അറിയില്ല. വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത് ഭയങ്കര ഇൻഡെപ്തിൽ പോകുന്ന ഒരു സംവിധാനമാണല്ലോ എന്ന് പറഞ്ഞത്. പിന്നീട് അങ്ങയുടെ വീഡിയോകളെ കുറിച്ചൊക്കെ ഫോളോ ചെയ്തു. ഞാൻ ആദ്യത്തെ അങ്ങോട്ടുള്ള അഭിമുഖം പോലും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങോട്ടാണ് ചോദിക്കുന്നത് എന്താണ് LMRK. ഇന്റർവ്യൂവിന് മുമ്പ് ചോദിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്ന രീതി, കൂടുതൽ പഠിച്ചാൽ എൻ്റെ സംശയങ്ങൾ ഇല്ലാതായി പോയാലോ എന്നുള്ളതുകൊണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് അങ്ങയുടെ ഒരു വീഡിയോ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ ഒരുപാട് പ്രേക്ഷകർ വരുന്നു. ഒരുപാട് പേർ ഈ LMRKയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. പിന്നെ ചുരുക്കം ചിലർ എല്ലാ മേഖലയിലും വിമർശനങ്ങൾ ഉണ്ടാകണമല്ലോ. അപ്പോഴാണല്ലോ ഒരു എല്ലാവരും നമ്മളെ സ്നേഹിക്കാമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത് ഏതൊരാളെ എന്ത് ചെയ്താലും സ്നേഹം കിട്ടും, വെറുപ്പും കിട്ടും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മുരുകൻ ഭയങ്കര ട്രെൻഡിങ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മൾ നോക്കുന്നത്. മുരുകനെ പിടിച്ചാൽ അതൊരു ട്രെൻഡിങ് ആവും എന്നൊരു സാഹചര്യം. ഇപ്പോൾ തമിഴിലൊരു പാട്ട് വരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ് ആവുന്നു. പിന്നീട് തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് ഒരുപാട്. പക്ഷേ അവിടെ എനിക്കൊരു ചോദ്യം തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിച്ചിട്ട്, ഞാൻ ഇന്നലെ കണ്ടപ്പോഴാണ് ഈ ദുരാചാരങ്ങളെന്ന് നമുക്ക് തോന്നുന്ന കുറേ ആചാരങ്ങൾ ഈ തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ഈ തൂക്കം, ശരീരത്തിൽ കൊളുത്തും വലിയ ശൂലവും ഒക്കെ തറച്ചിട്ടുള്ള ഘോഷയാത്ര, അത് ചെയ്യുന്നവർ ഭക്തിപൂർവ്വം ചെയ്യുന്നതാണ് അഗ്നിക്കാവടി. എന്തിനാണ് അങ്ങനെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ആചാരങ്ങൾ മുരുകനെ സ്വാമിക്കുന്നത്? ഇത് ശരിക്കും പറയാ വെച്ചാൽ നല്ല ചോദ്യമാണ്. മുരുകൻ ആരാ? ദേവസേനാപതിയാണ്. അദ്ദേഹത്തിന് 6 അമ്പലങ്ങളെ പറയാം. അമ്പലങ്ങൾ എന്നല്ല പറയണേ, 6 പടവീടെന്ന് പറയാം. 6 ആർമി ക്യാമ്പ്. അത് നമ്മുടെ തമിഴ്നാട്ടിൽ ഇപ്പം ഉണ്ട്. മുമ്പ് അത് കുമാരികാണ്ഡത്തിൽ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു 6 ആർമി ക്യാമ്പ്. ഈ ആർമി ക്യാമ്പിലുള്ള പടയാളികൾ കുമാരികാണ്ഡത്തെ തലസ്ഥാനത്തിരിക്കണ അവരുടെ ദളപതി സേനാനായകനെ കാണാൻ വേണ്ടി മാർച്ച് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവർ മാർച്ച് ഫസ്റ്റ് ആയിട്ട് ആദ്യത്തെ മാർച്ച് ഫസ്റ്റ് സ്വീകരിച്ച ആള് മുരുകവാന. ഇപ്പൊ കാണുന്ന മിലിറ്ററിക്കാരുടെ ആദ്യത്തെ മാർച്ച് ഫസ്റ്റിന്റെ ആള്, ആ സല്യൂട്ട് സ്വീകരിച്ചാൽ മുരുകവാന. ആ മാർച്ച് ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ ആ വീരന്മാര് വരുമ്പോൾ തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ചിട്ടല്ലല്ലോ വരിക. അവരവരുടെ വീരത പ്രദർശിപ്പിക്കുന്ന കളികളാണ് കളിക്കുക. അപ്പോൾ ദേഹത്ത് കുത്തും,
ചാടും മറിയും, അതായത് ആയോധനം കാണിച്ചിട്ടേ വരിക. അപ്പോൾ അവരുടെ ധീരത ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടാണ് അവരുടെ ദേവസേനാപതിനെ കാണാൻ വരിക. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ കാണുന്ന ശൂലം പദയാത്രയായിട്ട് വരുന്നു, കയ്യിൽ ഇത് പിടിച്ചിട്ട് അപ്പോൾ അവർ ദേഹത്ത് കുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണത്. അന്നത്തെ ധീരന്മാർ അവരുടെ മാതൃഭാഷയിൽ ചെയ്തതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ പദയാത്രയായിട്ട് അങ്ങ് കാണുന്ന ശൂലംകുത്തിലും ഗരുഡൻ തൂക്കമൊക്കെ. എങ്കിലും ഈ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അതാ ഞാൻ പറയണ, ഇതിലൊരു രണ്ട് ആ സമയത്ത് ഇപ്പം മിലിറ്ററിക്കാരാണ് അത് ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് തോന്നില്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സേന ഒരു മാർച്ച് ഫാസ്റ്റായിട്ട് വരുന്നു, ആ സേന നേരെ ഇത് കുത്തി വരുമ്പോൾ ആ കണ്ടിരിക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക, ഓ ധീരന്മാരെ പടയാളികളാണ് നമ്മുടെ ആൾക്കാർ എന്നൊരു ബോധം കൊടുക്കും. ഇന്നത്തെ കാലത്ത് അത് നേരെ മറിച്ച് സിവിലിയൻസ് ചെയ്യണോണ്ടാണ് അങ്ങക്ക് ആ ഒരു തോന്നൽ വരുന്നത്. ഒരു മിലിറ്ററിക്കാർ ചെയ്യണമെങ്കിൽ തോന്നില്ല. അപ്പോൾ അതിങ്ങനെ കടന്നുപോയി ഒരു പദയാത്രയായിട്ട് മാറി. ഇപ്പം അത് ആവർത്തിക്കണ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഷമം മാത്രം. പക്ഷെ അതിൻ്റെ ഒരു പിന്തുടർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് നീതീകരണം ഉണ്ട്. ഇതിന്റെ ഒരു അത്ഭുതം തോന്നുന്നത് എവിടെയാണെന്നറിയോ, ഒരു മനുഷ്യന്റെ മുതുകിൽ ഒരു 6 or 8 കൊളുത്തിൽ അയാളെ മണിക്കൂറുകളോളം തൂക്കിയിട്ട് അയാൾ ആടുകയാണ്. അത് സാധാരണഗതിയിലാണ് ഇപ്പോൾ ഒരു വ്രതശുദ്ധിയോടൊന്നും അല്ലാണ്ട് ചെയ്തെങ്കിൽ കയറി പോകുമെന്ന് നമ്മൾ ചിന്തിച്ചു. ഇത് ഇവിടെ കാണുന്ന പോലെ ഒന്നല്ല, സിംഗപ്പൂരാണ് ഇതിന് മെയിൻ. സിംഗപ്പൂര് നമ്മൾ കാണുന്ന കാവടി ഒരു കുത്തൊന്നുമില്ല, ദേഹം മുഴുവൻ കുത്തും. ഞാനും അവിടുത്തെ ഒരു പോലീസ് ഓഫീസറുടെ വീട്ടിലെ താമസിക്കാറ് പലപ്പോഴും സിംഗപ്പൂർ. ആള് എല്ലാ തൈപ്പൂയത്തിലും ഇതേപോലെ ഒരു 50 എണ്ണം കുത്തിയിട്ട് നടക്കുക. അതേ ഒരു പോലീസ് ഓഫീസറാണ് സിംഗപ്പൂരത്തിൽ. നമ്മൾ ഇതിന്റെ ഒരു 10 ഇരട്ടിയാണ് സിംഗപ്പൂർ ഇത് ചെയ്യണത് കാണുന്നത്. അപ്പോ എന്താ പറയാ, പക്ഷെ അങ്ങ് കാണുന്നത് ഒരു സിവിലിയൻ എന്നുള്ളത് കൊണ്ടാണ് തോന്നണത്. പക്ഷെ മറ്റേതിന് വന്നിട്ടുള്ള ഒരു കാഴ്ച, അപ്പോൾ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ അതൊരു തുടർച്ച മാത്രമാണ്. എങ്കിലും ഭയങ്കര അത്ഭുതമായി തോന്നുന്നു. മാത്രമല്ല ഈ നമ്മൾ പലരും ഈ ദൈവമൊക്കെ കയറി ഉറഞ്ഞു തുള്ളുന്നൊക്കെ കണ്ടു. പക്ഷെ ഇതൊരു ഭയങ്കര വിശ്വാസയോഗ്യമായി നമുക്ക് തോന്നുന്നതും ഇത് അറിയാതെ ചെയ്യാണ് തോന്നുന്നതും ഈ കാവടി എടുക്കുമ്പോഴാണ്. ഇത്തവണ കുറേ കുഞ്ഞുങ്ങൾ കാവടിയൊക്കെ എടുത്ത് അതിൽ എന്താ പറയാ, നമ്മളൊരു സാധനം കയറി ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവണ ചില മായം ചേർക്കലുകൾ ഇതിലുണ്ടാവും. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട പരിപാടിയൊക്കെയാണ്. അതൊരിക്കലും ശരിയല്ല. കാരണം അവിടെ ഞാൻ പറഞ്ഞില്ലേ, പട്ടാളക്കാര് ചെയ്യണ സാധനം കൊച്ചു കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചാൽ ശരിയാവോ? ആ തെറ്റ് ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അത് നമ്മളെതിരാണ്, ഒരു സംശയമില്ല. കുട്ടികളെ കൊണ്ട് ചെയ്യുക ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് അതിന്റെ അതിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അത് ഇവിടെ എത്തുമ്പോൾ ഉണ്ടായ ഇപ്പൊ നമ്മൾ സതീനെ കുറിച്ച് പറയുമ്പോൾ ഒരു മറ്റേ രാജാക്കന്മാർ പുറത്തുനിന്ന് വന്ന് ആക്രമിച്ച് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവരുടെ സ്വയരക്ഷയ്ക്ക് ചെയ്തു. പിന്നെ ഒരു ആചാരമായിട്ട് മാറുമ്പോൾ അത് തെറ്റാണ്. അതൊരു എപ്പോഴും ഒരു സാധനം തുടങ്ങി പിന്നെ കുറെ കഴിയുമ്പോഴേക്കും അതിൽ മായം ചേർത്ത് വേറൊരു രൂപമായിട്ട് മാറും. എല്ലാവർക്കും ഒരു ആസ്ഥാനം അങ്ങനെ ഒരു സങ്കല്പമൊക്കെ ഉണ്ടോ? എവിടെയെങ്കിലും ഒരു ആസ്ഥാനം ഉണ്ടാകണം? ഇല്ല, നമ്മളിപ്പോ ഒരു ആശ്രമം കൺസെപ്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ അറിയിക്കുന്ന ഡ്യൂട്ടി എന്ന ടൈറ്റിൽ ചെയ്യണം. അതിന് പറ്റാവുന്ന ആൾക്കാർ സഹായിക്കുക. നമ്മുടെ എല്ലാ പരിപാടിയും സൗജന്യ. നിങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് ഒരാൾ നിങ്ങളെ ഗേറ്റിൽ തടയില്ല. ഏതൊരാൾക്കും പ്രോഗ്രാമിന് വരാം. അവർ സാമ്പത്തിക സഹായിച്ചോ ഇല്ല എന്ന് ഒരാളും ചോദിക്കില്ല. ഉള്ളിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ബാക്കി ആരിരിക്കണ പോലെ ഇരിക്കുക, പരിപാടി കാണാം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട്, തിരിച്ചു പോകണം. ഇതെങ്ങനെ നടക്കണമെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരാം. ആ ചോദ്യത്തിൽ ഉത്തരം വെച്ചാൽ നമ്മൾ അതിനൊരു ഉദാഹരണം പറയാൻ വെച്ചാൽ, നമ്മളിപ്പോൾ ഞാൻ ആസ്ട്രേലിയയിൽ പോയപ്പോഴേ അവിടെ ഒരു മാതാമൃതായമായിട്ടൊരു ഹോട്ടല് കണ്ടു. ഞാൻ കയറിയില്ല, താഴത്തെത്തിയപ്പോൾ എനിക്ക് അവിടുത്തെ കാണിച്ചു തന്നു. അവരുടെ അവിടുത്തെ ഭക്തർ ചെയ്യണ ഹോട്ടൽ. ആ ഹോട്ടലിലെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ആർക്കും ഭക്ഷണം കഴിക്കാൻ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക അവിടെ ഇടാം. ഒരു 100 രൂപ നമ്മൾ മസാല ദോശ കഴിച്ചു, നമുക്ക് പുറത്ത് 100 രൂപയാണെന്ന് വിചാരിച്ചു, ആ 100 രൂപ ഇടാം. അല്ല, ഇത് നല്ലൊരു മസാല ദോശ 200 രൂപ ഇടണമെങ്കിൽ 200 രൂപ. അല്ല, കയ്യിൽ കാശില്ല, 50 രൂപയുള്ളൂ, 50 രൂപ പിന്നെ ഇടാന്ന് വെച്ചാൽ 50 രൂപ ഇടാം. ഒന്നും കൊടുക്കണമെങ്കിൽ ഒന്നും കൊടുക്കണം. എന്നാൽ ചില ആൾക്കാർ വിചാരിക്കും നല്ലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടല്ല, എൻ്റെ ഒരു 5000 ഇരിക്കട്ടെ, അങ്ങനെ ഇടാം. ഈ കൺസെപ്റ്റാണ് എല്ലാം പറഞ്ഞത്. ഇവിടെ പരിപാടി നടത്തുന്നു, ഞങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ തയ്യാറാണ്. ഭഗവാന്റെ ഡ്യൂട്ടികളാണ്. നിങ്ങൾക്ക് പറ്റാവുന്ന സഹായിക്കുക, സഹായിച്ചില്ലെങ്കിൽ വേണ്ട, സഹായിക്കരുത്. അപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റിൽ ആൾക്കാർ വരും. ചിലവർ അറിയും, പിന്നെ വിചാരിക്കും. ചിലവർ കുറച്ച് അവർക്ക് പറ്റണത് ചെയ്യും, ചിലവർ കൂടുതൽ ചെയ്യും. നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് പോകണം, നമുക്ക് പറ്റാവുന്ന ഒരു കാര്യം ചെയ്യും. ഇതാണ് ഇനി വരാൻ പോകുന്ന പ്രോഗ്രാം എന്താണ്? യാഗം മെയ് ഫസ്റ്റ്. അതാണ് നമ്മുടെ ഏറ്റവും അഗ്നിമഹായാഗം. രണ്ട് യാഗം കൂടി ബാക്കിയുള്ളൂ. ഒന്ന് അഗ്നിമഹായാഗം, അതാണ് 5ാമത്തെ യാഗം. 6ാമത്തെ
ടൈം യാഗം. ഈ 5ാമത്തെ യാഗത്തിലേക്കാണ് ഭാരതത്തിൻ്റെ ഏറ്റവും ടോപ്പ് എന്താ പറയുക എല്ലാ ശത്രുക്കളും തകർത്ത് മുമ്പിലേക്ക് എത്തണ സമയം. 6ാമത്തെ യാഗമാകുമ്പോഴേക്കും ഭാരതം ലോകം ഭരിക്കുന്ന ഈ യാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. ഞാൻ പഴനിയിലൊരു ഒരു പ്രോഗ്രാം എന്നെ വിളിച്ചിരുന്നു, എനിക്ക് എത്താൻ പറ്റിയില്ല. എന്തായാലും അടുത്ത പരിപാടിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ യാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർമ്മികളൊക്കെ കൂടുതൽ നമ്മൾ തമിഴ് മുറയിലാണ് യാഗം. കാരണം തമിഴ് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കൂടുതൽ യാഗങ്ങൾ. സംസ്കൃതം ഇപ്പം നമ്മൾ തിരുപ്പതിയിൽ ചെയ്തത് സംസ്കൃതം. അത് വേറൊരു ഇതുണ്ട്. നമുക്ക് തമിഴ്നാട്ടിൽ ഒരു വല്ലാത്തൊരു ചില കോണിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതൊരു പരിപാടി എപ്പോഴും കിടക്കുന്നുണ്ടല്ലോ. അപ്പം അവിടെ ഒരു മുരുകൻ ഹിന്ദുവാണോ അങ്ങനൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. കാരണം മുരുകവ എന്ന് പറഞ്ഞാൽ തമിഴന്മാരുടെ മാത്രമാണ്. ഉത്തരേന്ത്യക്കാരിൽ മുരുകനെ ആരാധിക്കുന്നില്ല, തമിഴരുടെ മാത്രമാണ്. അത് ഹിന്ദു അല്ല, നമ്മൾ തമിഴർ വേറെയാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അയോധ്യയിൽ പോയിട്ട് ഒരു യാഗം, മുരുകൻ്റെ യാഗം തമിഴിൽ ചെയ്യാൻ പറ്റുമോ? ഇത്രയും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഉത്തരേന്ത്യയിലും മുരുകാരാധന ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ചന്ദ്രഗുപ്ത മകൻ വിക്രമാദിത്യൻ്റെ മകൻ്റെ പേര് സ്കന്ദഗുപ്തൻ എന്നാ. അദ്ദേഹത്തിന്റെ മകൻ പേര് കുമരഗുപ്തൻ എന്നാ. രാജാക്കന്മാർക്ക് മുരുകന്റെ ഉണ്ടെങ്കിൽ എത്ര ജനങ്ങൾക്ക് ആ പേരുണ്ടാവും. വിദേശം എന്ന് പറഞ്ഞ മധ്യപ്രദേശിലൊരു സ്ഥലമുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യനല്ല, ചന്ദ്രഗുപ്ത സ്ഥാപിച്ചതാണ്. അതിൽ 18 ഗുഹാക്ഷേത്രങ്ങളാണ്. അപ്പം അന്ന് യുനെസ്കോയുടെ കീഴിലാണത്. 3ാമത്തെ ഗുഹാക്ഷേത്രത്തിൽ മുരുക വിഗ്രഹ. കാളിദാസനാണ് സ്കന്ദലോകത്തിനെ കുറിച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു ആരാധന ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നൊരു കാലം അതില്ലാണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ആ സംഭവം ഉണ്ട് അവിടെ. അപ്പോൾ അത് തെറ്റായ ഒരു പ്രചരണമാണ് നടത്തുന്നത്. ഈ തമിഴ്നാട്ടുകാർക്കും അവരുടെ ഒരു ദ്രാവിഡ സങ്കല്പ ദൈവമായി അവർ കണക്കാക്കുന്ന ചേർത്ത് നിർത്തുന്ന മുരുകനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ അവർക്ക് ഒരു പ്രശ്നമുണ്ട്. അല്ല, അത് രാഷ്ട്രീയമാണ്. അതായത് അങ്ങനെ ഡിവൈഡ് പിടിച്ച് നിർത്തിയാലാണ് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഡൽഹിക്ക് യാഗത്തിന് പോയതിൻ്റെ പിറ്റേ ദിവസം അവിടെ മ്യൂസിയം പോയിട്ടുണ്ടായിരുന്നു. അവിടെ കോയിനുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ചന്ദ്രഗുപ്തൻ്റെ സ്കന്ദഗുപ്തൻ്റെ കാലത്തൊക്കെ മുരുകവാൻ്റെ പടങ്ങളുള്ള കോയിനുകളുണ്ട്, ഇറക്കിയിട്ടുണ്ട്. അതായത് ആൾക്കാർ കോയിൻ യൂസ് ചെയ്ത് മുരുകവാൻ്റെ പടത്തിലുള്ള കാലം അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളും അവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അയോധ്യയിൽ നമ്മൾ പോയിട്ട് ഈ ഡിസംബർ 22 മുരുകയാഗം നടത്തി തമിഴ് മുറയിലാണ് ചെയ്തത്. അപ്പോൾ അതും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമിഴ് രീതിയിലാണ് കൂടുതൽ യാഗങ്ങൾ. അത് തഞ്ചാവൂരുള്ള ഒരു സരവണയ്യ അവരുടെ ഗ്രൂപ്പാണ് എപ്പോഴും വന്ന് നമുക്ക് അത് ചെയ്തത്. കേരള കുംഭമേള മഹാമാഘ മഹോത്സവം നടക്കുകയാണ്. അങ്ങ് അവിടെ സജീവമായി അങ്ങേ കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ എത്തുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ചില ഭാഗത്ത് നിന്ന് അതിലിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതിഥിയായി വന്ന ഭഗവത്ഭദ്രാനന്ദ നമ്മുടെ തോക്കുസ്വാമി, അദ്ദേഹം പറഞ്ഞു അത് ജാതി രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവുകളുടെ കുംഭമേളയാണ് അവിടെ നടക്കുന്നത്. കുംഭമേള ഒന്നേ ഉള്ളൂ, അത് കഴിഞ്ഞു, മഹാകുംഭമേള കഴിഞ്ഞു, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ഒരു അഭിപ്രായം വന്നു. അതിനു മുമ്പ് നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് സ്റ്റോറീസ് ഒക്കെ ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ, കുംഭമേള സംഘടിപ്പിക്കുന്നത് കൊണ്ട് ഒരു സ്പിരിച്വൽ സാധ്യതകൾ നമുക്ക് ഈ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു സാധ്യതകൾ കാണുന്നുണ്ട് അതിനകത്ത്. അതെ, സ്വാമി ആനന്ദവനം അദ്ദേഹം പ്രവർത്തിക്കുന്ന സന്യാസിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വിൽപ്പവറിൽ മാത്രം വർക്ക് ചെയ്യണ സന്യാസിയാണ്. അതായത് വെറുതെ എവിടെയെങ്കിലും ഇരിക്കണ ഒരാളല്ല. അദ്ദേഹത്തിന് സ്ഥാനം കിട്ടി ആ സ്ഥാനം ഉപയോഗിക്കാൻ അറിയുന്നു, കഴിവുള്ളതാണ്. അദ്ദേഹത്തിനൊരു ഇതാണ് ഒരു 271 മുമ്പ് നിന്നുപോയ കുംഭമേള കൊണ്ടുവരുന്നത്. അത് ചില ആൾക്കാർക്കുള്ള നിയോഗമാണ്, അത് നടന്നിരിക്കും. അപ്പം അദ്ദേഹത്തിന് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ശക്തിയും ഉണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊണ്ടുവരാനും ഇത്രയധികം ജനങ്ങളെ എനിക്ക് എത്തിച്ചേരാൻ. ഞാനതിനെ കാണുന്നത് ഈ ആനന്ദവനം സ്വാമി അതിന് നിയോഗിക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയാകട്ടെ അല്ലെങ്കിൽ ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നിയോഗിക്കപ്പെട്ട് അയച്ചവനാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഉറപ്പായിട്ടും. കാരണം ഇതിന്റെ സംഭവം നടക്കണമെങ്കിൽ ഒരാൾ വേണമല്ലോ. ഒരാളെ ഗുരുക്കന്മാർ തെരഞ്ഞെടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ ഗുരുക്കന്മാരല്ല ആ ഘടകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിന് മേലെയുള്ള ഗുരുക്കന്മാർ തീരുമാനിച്ചിട്ട് അയച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു കാഴ്ചപ്പാട് തോന്നുന്നു. എന്നോ മറിഞ്ഞു പോയ ഒരു സംഭവം എടുത്ത് തിരിച്ചു കൊണ്ടുവരാനും അത് ഇത്രയും ജനങ്ങൾക്ക് എത്തിച്ചേർന്നില്ലേ? എത്ര ലക്ഷം ജനങ്ങളാണ് അവിടെ വരുന്നത്. 100%. പക്ഷെ അവിടെയൊക്കെ എത്തിപ്പെടണമെങ്കിലും
ഒരു നിയോഗം വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ജാതി രാഷ്ട്രീയം എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ ജാതി രാഷ്ട്രീയം ഒന്നും ഇല്ല. നേരെ മലപ്പുറത്ത് വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അവരതിനെ എങ്ങനെ ബിസിനസ് ആക്കി 10 പൈസ ഉണ്ടാക്കാൻ അവര് കാശ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ പേ പാർക്കിങ്ങും അങ്ങനെ. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഇതിന്റെ ഒരു സംവിധാനം അറിയാൻ വേണ്ടി ഇപ്പൊ ശ്രീനാഥ്ജിയെ കണ്ടപ്പോൾ ശ്രീനാഥ്ജി പറഞ്ഞു രഥയാത്ര ഇന്ന ദിവസം എത്തും. അപ്പം ഞാൻ പ്ലാൻ ചെയ്യാണ്, ഇന്ന ദിവസം ഇത്ര പേർ ഇവിടെ ഡ്യൂട്ടി ഇട്ടു, പല ആളുകൾക്കായിട്ട് ഡ്യൂട്ടി ഇട്ടു അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി. ശ്രീനാഥ്ജിയുടെ ഇന്റർവ്യൂവിൽ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്, ബാക്ക് മീഡിയ ഇതിന്റെ അപ്ഡേറ്റുകൾ തരും എന്ന് പറയുകയും ചെയ്തു. നമ്മുടെ ഒരു ആളെ അരുണിനെ അവിടെ പറഞ്ഞു വിട്ടു. അപ്പോൾ അരുൺ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇവിടെ വീട്ടുകാരെല്ലാം വീട് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ താമസിക്കാൻ വേണ്ടി വാടക കൊടുത്തിട്ട് പോയേക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം പിറ്റേന്ന് പോകാൻ വേണ്ടി എല്ലാം നമ്മൾ സെറ്റായി തയ്യാറായിട്ട് ഇരിക്കണം. അപ്പോൾ രാവിലെ ഈ വെളുപ്പാങ്കാലത്ത് നമ്മൾ സ്വപ്നം കാണുമല്ലോ, വെളുപ്പാങ്കാലത്ത് സ്വപ്നത്തിൽ എന്നോട് ഞാൻ ഇത് പറയുമ്പം ആരും അമാനുഷികൻ എന്നൊന്നും പറഞ്ഞിട്ടുണ്ട, എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ട്, ദേവി എന്ന് പറയാണ്, നീ അങ്ങോട്ട് പോകണ്ട കേട്ടോ, നീ ബോറായിട്ടൊന്നുമില്ല, ബോറാകുമ്പം പറയാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ആലോചിക്കും. അപ്പം ഞാനിവിടെ ഓഫീസിൽ വന്നപ്പോഴത്തേക്ക് അരുണ്, ചേട്ടാ നമ്മൾ ഏതൊക്കെ ക്യാമറയാണ് കൊണ്ടുപോകുക, ഏതൊക്കെ വയ്ക്കുക, ഞാൻ പറഞ്ഞു അതിനെ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാബിനിലേക്ക് കയറി പോവാം. അപ്പോൾ ഇവരാകെ ഇങ്ങനെ, കാരണം ഒരാൾ 5 ദിവസം ലീവ് വെച്ചേക്കുക, ഞാൻ ഈ പ്രോഗ്രാം ഇട്ടതുകൊണ്ട് ലീവ് ക്യാൻസൽ ചെയ്തിട്ട് നിൽക്കുകയാണ്. കുറച്ച് അരുണ് വന്നിട്ട്, ചേട്ടാ പോണ്ടേ, നമ്മുടെ കണ്ടന്റ് അല്ലേ, ആ ബാക്കിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞു പോണ്ടാന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ പോകാമെന്നാണ് അപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നത്. പെട്ടെന്നാണ് എന്നെ നമ്മുടെ ജയനാരായണൻജി വിളിച്ചിട്ട്, രോഹിതെ മൂകാംബികയിൽ വരുന്നുണ്ടോ? ഞാൻ എന്താ 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 സാറേ, അല്ല ഈ മാസം ചണ്ഡികാ ഹോമം നടക്കുന്നുണ്ട്. അപ്പം ഏപ്രിൽ മാസത്തിൽ ഞാൻ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം വൈഫ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ട്രെയിൻ കയറി ഞാൻ അവിടെ റൂം ബുക്ക് ചെയ്യാം, യാഗത്തിലും പങ്കെടുക്കാം, നമുക്ക് പ്രോഗ്രാമും ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് ആലോചിച്ചത്, ഈ ദിവസങ്ങളിൽ ഞാൻ അവസാന ദിവസങ്ങളാണ് ഇവിടെ ഇല്ല, അപ്പോൾ എനിക്ക് പോകാൻ നിയോഗമില്ല. അത്രയും വലിയ മഹത്തരമായൊരു കർമ്മം നടക്കുമ്പോൾ എനിക്ക് പോകാൻ നിയോഗമില്ല എന്നോട്. അതുകൊണ്ടായിരിക്കും ആ ദേവി വന്ന് പറഞ്ഞത് നീ പോകണ്ട എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഞെട്ടിപ്പോയി. ഇന്നലെ എൻ്റെ സഹോദരിയുടെ ചേച്ചിയുടെ പിറന്നാളായിരുന്നു. ഞാൻ വൈകുന്നേരം തിരക്കെല്ലാം കഴിഞ്ഞ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ചേച്ചിയും അളിയനും സഹോദരി പുത്രനും അവിടെ സ്നാനം ചെയ്യുന്ന ഫോട്ടോ. അപ്പൊ വ്യാസൻ വന്നപ്പം ചോദിച്ചു, രോഹിത് എന്നാ വരുന്നത്? ഞാൻ വരും, വ്യാസൻ സ്നാനം ചെയ്തു. നമ്മൾ പറയുന്നവരെല്ലാവരും പോകുന്നുണ്ട്, നമുക്ക് പോകാൻ പറ്റില്ല, എല്ലാവരും ഇത്തവണ ഇല്ല, ഇനി വരുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വ്യാസൻ അദ്ദേഹം പോയിരുന്നു. ഒരുപാട് പേര്, നമ്മുടെ ഒരുപാട് അറിയപ്പെടുന്ന ആളുകൾ. എൻ്റെ നാട്ടിലൊരു പഴയ സുഹൃത്ത്, ഇപ്പം ഞാനുമായി കണ്ടിട്ട് വർഷങ്ങളായ സുഹൃത്ത്, അദ്ദേഹത്തിന് എന്നെ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് വിളിപ്പിച്ച് ചോദിച്ചു, അവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരൂ. ഇവരൊക്കെ വിചാരം ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു യാത്ര അനുസരിച്ച് ഞാൻ അവിടെ കാണുന്നതാണല്ലോ, വീഡിയോ എടുപ്പും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പം എല്ലാം ഓരോരുത്തരിലേക്ക് വന്നു കയറും. അല്ല, അത് അങ്ങനെ ഒരു സംഭവമാണ് നടക്കണത്. അതില് ഇപ്പം ഈ 2 സ്ഥലത്ത് നടക്കുന്നുണ്ട്, അക്കരെ നടക്കുന്നുണ്ട്, അത് മാതാമർത്താനം, അത് ഗംഭീരമായിട്ട്. ഞാൻ 2 സ്ഥലത്തും പോയി. ഇവിടെ എന്തെല്ലാം പരിപാടി കഴിഞ്ഞപ്പോൾ അവരെന്നെ അങ്ങോട്ട് വിളിച്ചു. അവിടെയും എത്ര ജനങ്ങളറിയോ, അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല, അത്രയധികം തിരക്കാ. ഒരു ആഘോഷമായിട്ട് കേരളത്തിലും. ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരും ആകട്ടെ, എനിക്കതിനുള്ള എതിർപ്പതാണ്. എത്രയോ രൂപ കേരളത്തിന്റെ ഖജനാവിലേക്ക് വരാനുള്ള സാധ്യതകളെയാണ് അവർ തള്ളിക്കളയുന്നത്. ബിസിനസ് നമ്മളെല്ലാത്തിലും അത് കാണണം, ഒരു ബിസിനസ് അല്ല. ഉത്തർപ്രദേശ് സർക്കാരിന് എത്രയോ വർഷം മുന്നോട്ട് പോകാനുള്ള ഫണ്ട് അവിടെ വന്നു മഹാകുംഭമേളയിലൂടെ. പക്ഷെ എല്ലാം നടക്കുന്നുണ്ട്, ഭംഗിയായി നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഇതൊരു സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും എല്ലാ പാർട്ടികളുടെയും ഒരു സപ്പോർട്ടോടുകൂടി അത് നടന്നിരുന്നെങ്കിൽ എത്ര മനോഹരമായി. കേരളത്തിന്റെ ഉത്സവമായിട്ട് ഇത് മാറട്ടെ. എന്തായാലും ജനപങ്കാളിത്തം കൊണ്ടുണ്ട്, ഒരു സംശയമില്ല. നരേന്ദ്രമോദി ജി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ ഏറ്റവും വലിയ സാധ്യത കേരളത്തിന്റെ സ്പിരിച്വൽ ടൂറിസമാണ്. ആ സ്പിരിച്വൽ ടൂറിസത്തിലേക്ക് ഇനി വരുന്ന സർക്കാരുകളെങ്കിലും കണ്ണുവെച്ചാൽ അവിടെ ഒരു സ്പിരിച്വൽ മേഖലയ്ക്ക് വലിയൊരു ബൂം കിട്ടും. തീർച്ചയായും. ഞാൻ 2028 കൊണ്ടോ അടുത്തത് വരുന്നത് താങ്ങില്ല. ഈ അത്രയധികം ജനങ്ങൾ അവിടെ എത്തിപ്പെടും. കാരണം നീളാരതി കാണാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ മുമ്പ് സ്ഥലം കിട്ടാണ്ട് ആ പുഴയുടെ ഉള്ളിൽ നനഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. മുട്ടം ഒക്കെ വെള്ളമുള്ളൂ, പക്ഷെ അതിൽ ഇറങ്ങി നിൽക്കുകയാണ് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട്. അതിന് തയ്യാറാണ് 3-4 മണിക്കൂർ മുമ്പ്. വല്ലാത്തൊരു നടക്കുന്നുണ്ട്. ഈ മഹാകുംഭമേള നടന്നപ്പോ ഇവിടുന്ന് കാർ ഓടിച്ചു പോയ ആളുകളെ നമുക്കറിയാം, പോകാൻ പറ്റുന്നവരൊക്കെ എത്തിപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ 3 ദിവസത്തെ അവിടെ ഉണ്ടായിരുന്നു പ്രയാഗ്രാജിലുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നു, രാജേഷ് എന്നോട് പറഞ്ഞിരുന്നു അതിനെപ്പറ്റി. എന്തായാലും LMRKയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും അധികം വൈകാതെ ഒരിക്കൽ കൂടി ഇരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ മൂകാംബികയ്ക്കുള്ള ട്രെയിൻ സമയമായതുകൊണ്ടാണ്. യാത്ര നന്നാവട്ടെ. സന്തോഷം.